ദൈവത്തിന് മഹത്വം. പ്രിയമുള്ളവരെ, ഒരിക്കൽ പാപത്തിൽ മുഴുകി അതിൽ രസിച്ച് അതിനടിമയായി ജീവിച്ചു പോന്നിരുന്ന നമ്മൾ ദൈവവചനം കേൾക്കുകയും കൃപയാൽ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുകയും ഹൃദയപൂർവ്വം അനുസരിക്കുകയും ചെയ്തതുമൂലം നാം പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വിട്ടുമാറി നീതിക്ക് അനുസരണമുള്ളവർ ആയി ബോധപൂർവമായൊരു തിരഞ്ഞെടുപ്പ് നാം നടത്തുകയുണ്ടായി. ഇതാണ് രക്ഷയുടെ ആദ്യ ചുവട്. വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്നറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കുന്നതിനും നീതിയെ അതിരറ്റ് സ്നേഹിക്കുന്നതിനും തയ്യാറാകുന്നവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടക്കുന്നു. പാപം നമ്മെ നിത്യമരണത്തിലേക്ക് നയിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നവർ കർത്താവായ യേശുവിൻ്റെ കർത്തൃത്വത്തിലേക്ക് സ്വന്തം ജീവിതത്തെ മുഴുവനായി സമർപ്പിക്കുകയും അതുവഴി നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യും. ഈ ഒരു തിരഞ്ഞെടുപ്പാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വചനം എത്ര കേട്ടാലും ഈ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തവർക്ക് ഒരിക്കലും സ്വന്തം ജീവിതത്തിൻ്റെ ഉടമസ്ഥാവകാശം കർത്താവിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല. അവർ പാപത്തിന് ദാസന്മാരായി തുടരും. അതിലൂടെ മരണത്തെയും നരകത്തെയും അവർ പിന്തുടരുന്നു. എന്നാൽ വചനം കേട്ടനുസരിക്കുന്നവർ നിത്യജീവൻ അവകാശമാക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ ഇത് വ്യക്തമാക്കുന്നു. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നമ്മെ സ്നേഹിച്ച് നമ്മുടെ നിത്യരക്ഷയ്ക്കായി വേണ്ടതെല്ലാം നിവർത്തിച്ച കർത്താവ് ഈ രക്ഷയെ നമ്മൾ ഓരോരുത്തരും അവകാശമാക്കുവാൻ എന്തു വേണമെന്ന് കൃത്യമായി തൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തി തന്നിട്ട് ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ അരുളി ചെയ്യുന്നു: അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. യേശു കർത്താവ് നമ്മൾ നടക്കേണ്ടുന്ന വഴി നിരന്തരം ഉപദേശിച്ച് തരികയും ആ വഴിയിലൂടെ എങ്ങനെ നടക്കാമെന്ന് സ്വജീവിതത്തിലൂടെ കാണിച്ചു തരികയും നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ അയച്ചു തരികയും ചെയ്തു. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ സ്വന്തം ഇഷ്ടങ്ങളിലൂടെ നടക്കുന്നവരെ ഓർത്തിട്ടാണ് കർത്താവ് ഈ വചനം അരുളി ചെയ്യുന്നത്. നാം ഹൃദയപൂർവ്വം കർത്താവിനെ സ്നേഹിച്ച് വിശ്വസിച്ച് ഈ വഴി തിരഞ്ഞെടുത്തില്ല എങ്കിൽ ഒരിക്കലും കർത്താവ് നിർബന്ധപൂർവ്വം നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അതിക്രമിച്ച് കയറില്ല. അവൻ്റെ സ്നേഹസ്വരം നിരന്തരം നമ്മുടെ കാതുകളിൽ കേട്ടിട്ടും നാം അവന് ഹൃദയം ചായ്ക്കുന്നില്ലെങ്കിൽ നാം നമ്മുടെ വഴികളിൽ തന്നെ നടന്ന് ദൈവിക പദ്ധതിയിൽ നിന്ന് അന്യപ്പെട്ടു പോകും. അതാണ് കർത്താവ് പറയുന്നത്: അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധർ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് എന്ന്. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുക. ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം കൃപ തോന്നി തൻ്റെ നിസ്തുല സ്നേഹത്താൽ നമുക്ക് തന്ന അവസരങ്ങൾ നഷ്ടമാക്കരുത്. ഈ ജീവിതയാത്രയിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളാണ് നാം അവസാനം എവിടെ എത്തപ്പെടുമെന്ന് തീരുമാനിക്കുക. ദൈവവചനം കേട്ടനുസരിച്ച് ദൈവഹിത പ്രകാരം തീരുമാനമെടുത്താൽ നാം ദൈവസന്നിധിയിൽ ചെന്നു ചേരും. ഇല്ലെങ്കിൽ നിത്യനരകത്തിൻ്റെ അതിഭീകരമായ ശിക്ഷാവിധിയിലേക്ക് തള്ളപ്പെടും. ദൈവവചനത്തിൻ്റെ സൗരഭ്യം മരണത്തിലേക്കുള്ള വാസനയായിട്ടാണോ ജീവനിലേക്കുള്ള വാസനയായിട്ടാണോ നമുക്ക് വ്യക്തിപരമായി അനുഭവപ്പെടുന്നത്? ഓരോ വചന കേൾവിയും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുക. നാം ഈ ലോകജീവിതത്തിനപ്പുറം നമ്മുടെ നിത്യത എവിടെയാകും ചിലവഴിക്കുക എന്ന് തീരുമാനിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.